നന്ദു ഷാ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. നന്ദു, വലിയ ജനപങ്കാളിത്തമുണ്ടോ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക്? പണ്ട് കൊച്ചി രാജാക്കന്മാർ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഈ തൃപ്പൂണിത്തുറ നഗരത്തെ വലം വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പാത ഇവിടെ ഈ വീതി ആകെ കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ ആകെ വലിയ ജനത്തിരക്കാണ്. ഒരുപാട് ആളുകൾ ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. പുലർച്ചെയും അതിനുശേഷവും 2 തവണയായി നേരിയ തോതിൽ മഴ പെയ്തിരുന്നെങ്കിൽ പോലും ആ മഴയൊക്കെ ഒരുപക്ഷെ നന്നായെന്ന് പറയാം. കാര്യം ചൂടൊക്കെ ലേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്ര കാണാനായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് മുമ്പേ രാഗിഞ്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തുന്നവർക്ക് ആർക്കും വിരസതയില്ലാത്ത ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക. കാരണം മറ്റൊന്നുമല്ല, ചെണ്ടമേളം, ബാൻഡ് പോലുള്ള വിവിധ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ എത്തുന്ന എല്ലാവരെയും ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ മുതൽ വളരെ പ്രായമായവർ വരെ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി ഈ പാതയിൽ ആകെ അണിനിരക്കുന്നുണ്ട് എന്ന് പറയുന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ഈ സ്ഥലം തൃപ്പൂണിത്തുറയിൽ നിന്നാണ് ഓണം തുടങ്ങുന്നതെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ കൂടെ ആ തുടക്കമാണ്, ഈ വർഷത്തെ ഓണക്കാലത്തിന്റെ തുടക്കമാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നത്. ഇവിടെ എല്ലാവരും അതിന്റെ ഒരു ആവേശത്തിലാണ്. ഇവരൊക്കെ വർഷങ്ങളായി തൃപ്പൂണിത്തുറയിൽ വിവിധ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു അത്തച്ചമയ ഘോഷയാത്രയുടെ ഒക്കെ ഭാഗമായി നിൽക്കുന്നവരാണ്. ചേട്ടാ, ഓണം അടിപൊളി എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറക്കാരുടെ ഏറ്റവും വലുതാണ് അത്തം മുതൽ തുടങ്ങിയാണ് ഓണം. ഞങ്ങൾക്ക് ആഘോഷത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ വർഷം പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വയനാട്ടിലൊരു ദുഃഖമുണ്ട്. എന്നാലും ഇത് നമുക്ക് അത്താഘോഷം എന്ന് പറഞ്ഞൊരു പഴമയാണ്. പഴയ കാലം ഞങ്ങളുടെ രാജകീയ ഭരണമുള്ള കാലം മുതലുള്ള, അതുകൊണ്ടാണ് ഇത് മാറ്റിവെക്കാൻ പറ്റാത്ത സ്ഥിതി വന്നത്. എന്നാലും പണ്ടത്തെ ഇപ്പോഴത്തെയും ആഘോഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? പണ്ടത്തെ ഇപ്പോഴത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളൊക്കെ ഒന്ന് തന്നെ. പിന്നെ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഒരു ശൈലി ഉണ്ടല്ലോ പിള്ളേരുടെ, ആ ശൈലിയുടെ മാറ്റങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും അതായത് ആഘോഷങ്ങളിൽ കാലാനുസൃതമായ പുതുമകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു നന്മ, ഓണമെന്ന് പറയുന്നത് നന്മയുടെ ആഘോഷമാണ്. ജാതി മത ചിന്തകളൊന്നുമില്ലാതെ തന്നെ ഒരു കേരളീയർ ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അതിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര കൂടി ഇപ്പോൾ ആരംഭിക്കുന്നത്. കുറച്ച് മുമ്പ് ഇതിന് ചരിത്രമൊക്കെ വളരെ വിശദീകരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരിക്കൽ കൂടി പറയാം, ഇത് കൊച്ചി രാജവംശം അത്തം നാളിൽ, ചിങ്ങമാസത്തിലെ അത്തം നാളിൽ, അന്ന് ഓണത്തെ അനുബന്ധിച്ച് നടത്തിയിരുന്ന ഒരു ചടങ്ങൊന്നും ആയിരുന്നില്ല. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കൊച്ചി രാജവംശം ഈ തൃപ്പൂണിത്തുറ നഗരത്തെ വലം വെക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഈ അത്തച്ചമയ ഘോഷയാത്ര. അതിനുശേഷം പിന്നീട് 1949 കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യ സംയോജനം വന്നതോടുകൂടി ഈ ചടങ്ങ് ഇല്ലാതാവുകയായിരുന്നു. അതിനുശേഷം 1961 ഓണം ദേശീയോത്സവമായി പ്രഖ്യാപിച്ചതിന് ശേഷം ജനകീയ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വീണ്ടും അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചു. പിന്നീട് ഇത് സംസ്ഥാന ഗവൺമെന്റും അതോടൊപ്പം തൃപ്പൂണിത്തുറ നഗരസഭയുടെ കൂടി നേതൃത്വത്തിൽ ഇത് ആരംഭിക്കാൻ തുടങ്ങി. അതോടെയാണ് ഈ വലിയ ഒരു ബഹുജന ഉത്സവമായി ഈ അത്തച്ചമയ ഘോഷയാത്ര മാറിയത്. ഇതിപ്പോൾ ഇവിടെ ആകെ ആയിരക്കണക്കിന് ആളുകളാണ് തൃപ്പൂണിത്തുറ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അത്തച്ചമയ ഘോഷയാത്ര കാണുവാനായി ഒരുക്കിയെത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മുൻപ് ഈ കലാരൂപങ്ങൾ പലതും നമ്മൾ കണ്ടു. ചെണ്ടമേളം കണ്ടു, അതോടൊപ്പം തന്നെ കഥകളി വേഷങ്ങൾ കണ്ടു, അതോടൊപ്പം നിശ്ചല ദൃശ്യങ്ങൾ കണ്ടു. കൊച്ചുകുട്ടികൾ മാവേലികളായും മറ്റും വരുന്ന കാഴ്ചകൾ കണ്ടു. അതോടൊപ്പം തന്നെ ഒരു ബാൻഡുമേള ട്രൂപ്പിനെ കൂടി പരിചയപ്പെടുകയുണ്ടായി. അത് വളരെയേറെ ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു, ഒരു കലാരൂപമായിരുന്നു. ഒരു ടീമാണ് ഇപ്പോൾ ബാൻഡുമേളം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പഴയധികം പാട്ടുകൾ അവർ ബാൻഡുമേളത്തിലൂടെ അവതരിപ്പിച്ചത് വളരെയേറെ ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായി. അതോടൊപ്പം നമ്മുടെ തനതായ ചെണ്ടമേളവും, അങ്ങനെ പഴമയുടെയും പുതുമയുടെയും ഒക്കെ നന്മകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ജനകീയമായി ഒരു വേർതിരികളുമില്ലാതെ വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ ഈ ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. ജനം ഈ ആഘോഷത്തെ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കാണുന്ന വലിയ ജനാവലി.